الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥത്തിലുള്ള വിജയവും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനനുസരിച്ചും അവന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ചും അവന് വിധേയപ്പെട്ടും അവനോട് മാത്രം സഹായം തേടിയും അവനിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ ധാരാളമാണ്.
ജീവിതത്തിൽ മനുഷ്യർക്ക് പൊതുവിലും വിശ്വാസികൾക്ക് സവിശേഷമായും ലഭിക്കേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും വിശ്വാസത്തിന്റെയും തഖ്വയുടെയും സൽഫലങ്ങളാണ്. അല്ലാഹു തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക വഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനിലേക്ക് കൈകൾ ഉയർത്തി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു അവ സ്വീകരിച്ച് നമ്മെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലാഹുവിന്റെ റസൂലേ, സമ്പത്തുകളെല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു, നാട്ടിലാകെ വരൾച്ച ബാധിച്ചിരിക്കുന്നു, കൃഷികളെല്ലാം തീർന്നുപോയിരിക്കുന്നു, ആകെ ദുരിതത്തിലാണ്. അതുകൊണ്ട് റസൂലേ, അല്ലാഹുവോടൊന്ന് മഴ വർഷിപ്പിച്ചു തരാൻ പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് കൈകൾ ഉയർത്തി അല്ലാഹുവോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മഴയുടെ ഒരു ലക്ഷണവും ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. അത് ഭൂമിയിലേക്ക് ശക്തമായ മഴയായി പെയ്യാൻ തുടങ്ങി. ആ ശക്തമായ മഴയിൽ മഴ കൊണ്ടാണ് സ്വാഭാവികമായും സഹാബികൾ പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചുപോയത്. മഴ തുടർന്നു, ദിവസങ്ങളോളം തുടർന്നു. അടുത്ത വെള്ളിയാഴ്ചയാകുമ്പോഴും മഴ വർഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞയാഴ്ചയിൽ പള്ളിയിലേക്ക് വന്ന റസൂലിനെ വിളിച്ച് പരാതി പറഞ്ഞ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട അതേയാൾ വീണ്ടും കടന്നു വന്ന് റസൂലിനെ വിളിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നാട്ടിലാകെ മഴയാണ്, ഒഴിയാത്ത മഴയാണ്. മഴയിൽ വെള്ളപ്പൊക്കത്തിൽ ജനങ്ങളൊക്കെ ആകെ പ്രയാസത്തിലാണ്. റസൂലേ, ഈ മഴയൊന്ന് നിർത്തിത്തരാൻ അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ, ഈ വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴ ഞങ്ങൾക്ക് മേൽ വർഷിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക്, അലം ദിറാബി വൽ ആക്കാമി വ മനാബിത്തിൽ അഷ്ജാർ, മലമ്പ്രദേശങ്ങളിൽ, വനം പ്രദേശങ്ങളിൽ, അങ്ങനെ കൃഷിക്കാവശ്യമുള്ള ഇടങ്ങളിലേക്ക് ജനജീവിതത്തെ സ്തംഭിപ്പിക്കാതെ പ്രയാസപ്പെടുത്താത്ത വിധത്തിൽ ഇതിനെ ഞങ്ങളുടെ ചുറ്റിലേക്കും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മഴ പെട്ടെന്ന് അവസാനിച്ചു. മഴ ചോർന്ന് മഴ കൊള്ളാതെയാണ്
സഹാബികൾ പള്ളിയിൽ തിരിച്ചുപോയത്. കടുത്ത വേനലിന്റെ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. മഴ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു വേള ശരിക്കും ആലോചിച്ചാൽ മഴ കിട്ടുമായിരിക്കും എന്ന വ്യാമോഹത്തിലാണ് നമ്മളുള്ളത്. അതിനിടയിൽ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസം രേഖപ്പെടുത്താൻ നമുക്കായിട്ടില്ല, നമുക്കിപ്പോഴും മനസ്സ് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹുവാണ് എന്നതാണ് നേരത്തെ പറഞ്ഞ ഹദീസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. വിശുദ്ധ ഖുർആൻ അത് കനത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ റമദാനിൽ നടന്ന ഒരു ഖുതുബയിൽ ഖുർആനിനെ കുറിച്ചുള്ള സംസാരത്തിൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ള, വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയം പരലോക വിശ്വാസമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഖുർആനിലേക്ക് ഒന്നുകൂടി കണ്ണോടിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട, ധാരാളമായി ആവർത്തിച്ച് സംസാരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം മഴയാണ് എന്ന് കാണാൻ പറ്റുന്നതാണ്. ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നതിനെ കുറിച്ച്, മഴ വർഷിക്കുന്നതിന് ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം നമുക്കറിയാവുന്നതാണ്. അത് ഈ ഭൂമിയിലുള്ള വെള്ളം ചൂടേറ്റ് നീരാവിയായി ആകാശത്തേക്ക് ഉയർന്ന് അവിടെ മേഘങ്ങളായി ഉരുണ്ടുകൂടി കാറ്റ് ആ മേഘങ്ങളുടെ ദിശ നിർണയിച്ചു കൊണ്ടുപോയി അത് ഘനീഭവിപ്പിച്ച് പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ, പ്രത്യേകമായ ഒരു സാന്ദ്രതയിൽ അത് ഭൂമിയിലേക്ക് വീണ്ടും വെള്ളമായി പെയ്തിറങ്ങുന്നതിനെയാണ് മഴ എന്ന് പറയുന്നത്. അതാണ് ശാസ്ത്രം. ഈ ശാസ്ത്രത്തെ നമ്മൾ നിരാകരിക്കുന്നില്ല. കാരണം ഈ ശാസ്ത്രം വിശുദ്ധ ഖുർആൻ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മഴയുടെ ഒരു പ്രോസസ് ഇപ്രകാരമാണ് എന്ന് വിശുദ്ധ ഖുർആനും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശാസ്ത്രം അവതരിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയും ചെയ്യിക്കുന്നത് അല്ലാഹുവാകുന്നു, അല്ലാഹു മാത്രമാകുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മേഘങ്ങളെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൂട്ടുന്നവൻ, ഒരുമിച്ചു കൂട്ടുന്നവൻ അല്ലാഹുവാകുന്നു. എന്നിട്ട് അവയെ കൂട്ടിയിണക്കുന്നവൻ അല്ലാഹുവാകുന്നു. അതിനുശേഷം കാറ്റിനെ നിയോഗിക്കുന്നവൻ അല്ലാഹുവാകുന്നു. ആ കാറ്റിനെ നിയോഗിച്ചുകൊണ്ട് താൻ ഉദ്ദേശിച്ച മരിച്ചു കിടക്കുന്ന, ചത്തുപോയ ഭൂപ്രദേശങ്ങളിലേക്ക്, വരണ്ടുപോയ ഭൂപ്രദേശങ്ങളിലേക്ക് ആ മേഘങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നവൻ അത് അല്ലാഹുവാകുന്നു. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാകുന്നു. അതിനുശേഷം അത് പെയ്യേണ്ടിടത്ത് പെയ്യേണ്ടുന്ന അളവിൽ പെയ്യിപ്പിക്കുന്നതിന്റെ തീരുമാനവും അല്ലാഹുവിന്റേത് മാത്രമാകുന്നു. അല്ലാഹുവാണ് ഇത് ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ആ സഹാബി റസൂലിനോട് വന്നിട്ട്, റസൂലേ, ആകെ വരൾച്ച ബാധിച്ച് ബുദ്ധിമുട്ടിലായിരിക്കുന്നു, അതുകൊണ്ട് അല്ലാഹുവോട് ഉദ്ഉല്ലാഹ ലനാ അൻ യസ്ഖിയനാ ബിൽമാ, അല്ലാഹുവോട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് വെള്ളം തരാനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. ആ വിശ്വാസം വളരെ പ്രധാനമാണ്. മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് മദ്രസ പാഠപുസ്തകത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചതിന്റെ പേരിൽ വിമർശനമേൽക്കേണ്ടി വന്ന കാലത്താണ് നമ്മളുള്ളത്. മഴ വർഷിപ്പിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കാൻ പാടില്ല എന്നതാണ് നമ്മുടെ മതേതര വിദ്യാഭ്യാസത്തിന്റെ വക്താക്കൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
അങ്ങനെ ശാസ്ത്രത്തിന്റെ തിട്ടൂരത്തിൽ അങ്ങനെയുള്ള വാദങ്ങൾ ഉയർത്തുന്നവരുടെ സകല നിസ്സഹായതയെയും ബോധ്യപ്പെടുത്തുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊടും വരൾച്ചയിൽ ഒരാൾക്കും ഒന്ന് പ്രവചിക്കുവാൻ പോലും സാധ്യമല്ല. ഈ പ്രക്രിയയൊക്കെ വളരെ സ്വാഭാവികമായി ഇന്ന സമയത്ത് ഇന്ന സ്വഭാവത്തിലുള്ള അന്തരീക്ഷോഷ്മാവ് ഉണ്ടാവുകയും താപനിലയുണ്ടാവുകയും അതിന്റെ ഫലമായി ഭൂമിയിലുള്ള ഇനിയും അവശേഷിക്കുന്ന ഉറവകളിൽ നിന്ന് വെള്ളം ബാഷ്പീകരിക്കപ്പെട്ടു മുകളിലോട്ട് ഉയർന്നു പോവുകയും അവിടെ അത് മേഘമായി ഉരുണ്ടുകൂടി മഴ വർഷിക്കുകയും ചെയ്യും ഇന്ന സമയത്തിനുള്ളിൽ എന്ന് പ്രഖ്യാപിക്കാൻ, എന്നൊരു ആശ്വാസവാക്ക് നമുക്ക് തരാൻ, എന്നൊന്ന് പ്രവചിച്ചു തരാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് വലിയ ശാസ്ത്രലോകം പോലും ഉള്ളത്. എല്ലാവരും നിസ്സഹായരായി, മനുഷ്യരുടെ അധീനതയിൽപ്പെടാത്ത, മനുഷ്യരുടെ കണക്കുകൂട്ടലിലും നിയന്ത്രണത്തിലും പെടാത്ത ഏതോ ഒരു ശക്തിയുടെ മാത്രം പ്രവർത്തനം കൊണ്ട് ഈ ഭൂമിയിൽ സംഭവിക്കുമെന്ന് എല്ലാവരും വ്യാമോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മഴവർഷം എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിലുള്ള വിശ്വാസം, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ്, അല്ലാഹുവാകുന്നു മഴ വർഷിപ്പിക്കുന്നത്, മിൻ ബഅദി മാ ഖനതു, അവർക്ക് നിരാശ ബാധിക്കുവോളമുള്ള സാഹചര്യത്തിൽ അവരെത്തിപ്പെട്ടതിന് ശേഷം ഒരു രക്ഷയുമില്ല, വെള്ളം കിട്ടാൻ ഒരു മാർഗവുമില്ല, മഴ പെയ്യുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല, മഴ പെയ്യിക്കാൻ നമുക്കൊന്നും ചെയ്യാനില്ല, മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയത് തന്നെ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് മനുഷ്യരിൽ നിരാശ ബാധിക്കുവോളം വരൾച്ചയിലേക്കും ജലദൗർലഭ്യതയിലേക്കും മഴയുടെ ലഭ്യതക്കുറവിലേക്കുമൊക്കെ ജീവിത സാഹചര്യം മാറുന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാത്രം തീരുമാനപ്രകാരം വർഷിപ്പിച്ചു തരുന്നതാണ് മഴയെന്ന് പറയുന്നത്. വയൻഷുറു റഹ്മതഹു, അതവന്റെ കാരുണ്യം മാത്രമാണ്. അങ്ങനെ ആ മഴവർഷത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ, ഈ കെട്ടുപോയ മനുഷ്യർ, ധിക്കാരികളായ മനുഷ്യർ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അഹങ്കാരവും ധിക്കാരവും കാണിച്ച മനുഷ്യരോട് അള്ളാഹു കരുണ കാണിക്കുകയും നിങ്ങൾ ഇങ്ങനെയൊക്കെ അതിരുവിട്ട് പ്രവർത്തിച്ചാലും ഞാൻ എന്റെ കരുണ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബോധോദയത്തിന്, ഒരു തിരിച്ചറിവിന് മനുഷ്യന് വീണ്ടും അവസരം നൽകുന്നതാണ് മഴവർഷം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്വഭാവത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അന്നവിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചാണ് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഒരതിരും കണക്കുമില്ലാതെ, പരിധിയില്ലാതെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുത്താൽ ലബഗൗ ഫിൽ അർദ്, മനുഷ്യർ ഈ ഭൂമിയിൽ ധിക്കാരം കാണിക്കും, അതിര് വിട്ട് പ്രവർത്തിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള അനുഗ്രഹങ്ങൾ പിടിച്ചാണ് നൽകുക. പക്ഷേ അങ്ങനെ ആകുമ്പോഴും മനുഷ്യർ പരിധി വിട്ടുപോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് മഴ വർഷിപ്പിച്ചു തരും, അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ മാത്രം അധീനതയിലുള്ള, നിയന്ത്രണത്തിലുള്ള ഒരു കാര്യം എന്നുള്ള നിലക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തെ അള്ളാഹുവോട് ചോദിക്കുക എന്നത് ദീനിൽ നിയമമാക്കപ്പെട്ട ഒരു കാര്യമാണ്. ദീനിൽ പല കാര്യങ്ങളുമുണ്ട്, പ്രത്യേകിച്ചും ആരാധനയുടെ സ്വഭാവമുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ പക്ക ആരാധനയുടെ സ്വഭാവങ്ങളാണ് മിക്കവാറും കാര്യങ്ങൾക്കുള്ളത്, പ്രത്യേകിച്ചും നമസ്കാരം പോലെയുള്ള ആരാധനകൾക്ക്. പക്ഷേ അക്കൂട്ടത്തിൽ ചിലത് കാര്യസാധ്യത്തിന് വേണ്ടി കൂടിയുള്ളതുണ്ട്. അതുകൊണ്ട് മഴ വർഷിപ്പിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനോട് മഴയെ തേടുക എന്നതൊരാരാധനയാണ്, എന്നത് ദീനിൽ നിയമമാക്കപ്പെട്ട ഒരു കർമ്മമാണ്. അതൊന്നുകിൽ അല്ലാഹുവിനോട് വെറും പ്രാർത്ഥനയായിട്ട് നിർവഹിക്കുക, അതിനുമപ്പുറത്ത് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ, ആശങ്കകൾ വളരുമ്പോൾ, അപകടം മണക്കുമ്പോൾ ഒരു നാട്ടിലുള്ള എല്ലാവരും
നാട്ടിലുള്ള സകലവരെയും ഒരു മൈതാനത്തേക്ക് ഈദ്ഗാഹ് പോലെ വിളിച്ചു ചേർത്തിട്ട് അവിടേക്ക് എല്ലാവരും വരണം. സ്ത്രീകളും കുട്ടികളും വീട്ടിലുള്ള വൃദ്ധരായ ആളുകളടക്കം വന്നു ചേർന്നുകൊണ്ട് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദിനത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തണം. പെരുന്നാൾ നിസ്കാരം പോലെ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കണം. അതിൽ ഇമാമായി നിൽക്കുന്നയാൾ ജനങ്ങളോട് ഖുത്ബ നിർവഹിക്കണം. സാഹചര്യത്തിന്റെ തേട്ടം, അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ മഹാത്മ്യം, അള്ളാഹുവിനോടുള്ള തഖ്വയുടെ പ്രാധാന്യം, മഴ വിലക്കപ്പെടാൻ, മഴ തടയപ്പെടാനുള്ള കാരണങ്ങളായി ഖുർആനും സുന്നത്തും സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇവയെക്കുറിച്ച് ഉത്ബോധിപ്പിക്കണം. എന്നിട്ട് കൈകൾ ഉയർത്തി ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ഇമാം പ്രാർത്ഥിക്കണം. ഒരു ഘട്ടത്തിൽ ഖുത്ബ നിർവഹിക്കുമ്പോൾ അത് കഴിഞ്ഞാലുള്ള ഒരു ഘട്ടത്തിൽ അള്ളാഹുവിലേക്ക്, ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആ പ്രാർത്ഥന തുടരണം, കൈകൾ ഉയർത്തി. ഇങ്ങനെയൊക്കെ ദീനിൽ നിയമമാക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മാതൃക കാണിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിനെ അവലംബിക്കുകയും അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി അർത്ഥിക്കുകയും ചെയ്യുക എന്നതല്ലാത്ത മറ്റൊരു മാർഗവും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ചൂടിന്റെ, വരൾച്ചയുടെ, ജലലഭ്യതക്കുറവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നുറച്ചു വിശ്വസിക്കാൻ നമുക്കാവണം. ആ വിശ്വാസം വളരെ പ്രധാനമാണ്. നമ്മുടെ കാലം എന്ന് പറയുന്നത് ആളുകൾക്ക് വെയിലേറ്റ് ശരീരത്തിന്റെ തൊലി കരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാലത്താണ് നമ്മളുള്ളത്. അത്തരത്തിലുള്ള ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഒരാൾ സൂര്യതാപമേറ്റ് മരിച്ചു എന്ന റിപ്പോർട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു. അതുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ഒരു വ്യാമോഹം മാത്രമാണ് നമ്മളെ നിരാശയില്ലാതെ, വലിയ ബേജാറില്ലാതെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴ പെയ്യുമായിരിക്കും എന്ന് നമ്മൾ വ്യാമോഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ അപകടകരമാണ്. ഈ സന്ദർഭത്തിൽ മഴ തടയപ്പെടാതിരിക്കാനുള്ള, മഴ ലഭിക്കാനുള്ള എന്തൊക്കെ സൂചനകളാണോ നൽകപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും, അതിനെ മുറുകെ പിടിക്കേണ്ടുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അവർ വിശ്വസിക്കുകയും തഖ്വ പുലർത്തുകയും ചെയ്താൽ, ഒന്നാമത്തെ ആയുധം ഈമാനും തഖ്വയും തന്നെയാണ്. വലൗ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അവർ ഈമാൻ ഉറച്ച വിശ്വാസം പുലർത്തുകയും തഖ്വ പുലർത്തുകയും ചെയ്താൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബർക്കത്തുകൾ അവർക്ക് വേണ്ടി നാം തുറന്നു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ബർക്കത്ത് ചൊരിഞ്ഞു കിട്ടാൻ വേണ്ടി, മഴയായി വർഷിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഈമാനിനെ കുറിച്ച് വീണ്ടും വിചാരം നടത്തണം. അള്ളാഹുവിനുള്ള വിശ്വാസത്തെ നമ്മൾ കനപ്പിക്കണം. തഖ്വയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. സൂക്ഷ്മതക്കുറവ് ജീവിതത്തിൽ റമദാനിന് ശേഷം പ്രത്യേകിച്ചും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ഒരു നോർമൽ ലൈഫിലേക്ക്, പഴയ ഒരു ജീവിതത്തിലേക്ക് തന്നെ വളരെ വേഗം തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആ തഖ്വയെ കുറിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തെടുക്കുകയും ആ തഖ്വ നിലനിർത്താൻ, തഖ്വ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ ബാധ്യത ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന്, ജാഗ്രത കാണിക്കുകയും ചെയ്യേണ്ടുന്ന സന്ദർഭമാണ്. ജീവിതത്തിൽ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം. ആ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ അശ്രദ്ധ സംഭവിച്ചാൽ മഴ തടയപ്പെടുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, 5 കാര്യങ്ങൾ കൊണ്ട്, 5 കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിച്ചാൽ, 5 തിന്മകൾ നിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചാൽ അള്ളാഹു നിങ്ങളെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തിയാൽ, എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൃത്രിമം കാണിച്ചാൽ അള്ളാഹു നിങ്ങളെ വരൾച്ച കൊണ്ട് പരീക്ഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അവിടെ വീണ്ടും വിചാരണം നടത്തണം. കച്ചവടക്കാർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല ഇത്. ജീവിതത്തിലുടനീളം സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നമ്മൾ നടത്തുന്ന കൃത്രിമത്വങ്ങളുണ്ടെങ്കിൽ ആ കൃത്രിമത്വങ്ങൾ
തിരുത്തി അതിൽ ഖേദം പ്രകടിപ്പിച്ച് തൗബ പ്രകടിപ്പിച്ച് ആരോടാണോ അന്യായം ചെയ്തത് അവരോട് പരിഹാരം ചെയ്ത് പൊരുത്തപ്പെടിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മഴ തടയപ്പെടും, വരൾച്ച തുടരും എന്ന ഗൗരവം നമുക്കുണ്ടാകണം. ആ ഹദീസിന്റെ തന്നെ ബാക്കിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഒരു സമൂഹം സക്കാത്ത് തടഞ്ഞാൽ അവർക്ക് മഴ തടയപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റമദാൻ മാസത്തിൽ മാത്രം ഓർത്തുവെക്കേണ്ടുന്ന ഒരു കാര്യമല്ല സക്കാത്തിനെ കുറിച്ച്. സമ്പന്നരായ ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ടവർ കൊടുക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ ഒരു സമൂഹത്തിൽ അവർക്ക് മഴ തടയപ്പെടാൻ അത് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയിട്ടുണ്ട്. വേറെയും പല കാര്യങ്ങളും ഇതുപോലെ മഴ തടയപ്പെടാനുള്ള കാരണങ്ങളായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിമുക്തി നേടുക എന്നത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനം ഇസ്തിഗ്ഫാറും തൗബയുമാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹി സ്വലാമിയുടെ ജീവചരിത്രത്തിലൂടെ മാത്രമല്ല പല പ്രവാചകന്മാരുടെയും ജീവചരിത്രത്തിലൂടെ അള്ളാഹു നൽകുന്ന സൂചനയതാണ്. ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലായി പോകുമ്പോൾ പ്രവാചകന്മാർ ആ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുക. അവൻ എല്ലാം പുറത്തു തരും. അതിന്റെ സൽഫലമായി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് മഴ ധാരധാരയായി വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. നിങ്ങളെ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ സന്താനങ്ങൾ കൊണ്ടും അവൻ നിങ്ങളെ സഹായിക്കും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് ഹരിതാഭമായ കൃഷിയിടങ്ങൾ, പൂന്തോപ്പുകൾ, തോട്ടങ്ങൾ, അതുപോലെ തന്നെ ഒഴുകുന്ന നദികൾ, ഇതൊക്കെയും അള്ളാഹു ഉണ്ടാക്കിത്തരും. എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം എന്നതാണ്. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മുന്നോടിയായുള്ള കാര്യം ആത്മാർത്ഥമായി അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ, തൗബ എന്നതാണ്. അങ്ങനെ അള്ളാഹുവോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, നമ്മുടെ ദുരിതങ്ങൾ ഏറ്റുപറഞ്ഞ്, നമ്മുടെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ്, നമ്മുടെ നിസ്സഹായത അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ്, ആരും സഹായിക്കാനില്ല എന്ന യാഥാർത്ഥ്യത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ അംഗീകരിച്ച്, അതുകൊണ്ട് റബ്ബേ സഹായിക്കണമേ, നീ കരുണ ചൊരിയണമേ, മഴ വർഷിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭമാണിത്. നമ്മുടെ ഒറ്റക്കുള്ള പ്രാർത്ഥനകളിൽ, നമസ്കാരങ്ങൾക്ക് ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളിൽ, നമ്മൾ ഒന്നിച്ചു ചേരുന്ന സന്ദർഭങ്ങളിൽ, ജുമുഅ പോലെയുള്ള സന്ദർഭങ്ങളിൽ, അതല്ലാതെ തന്നെയും മഴയ്ക്ക് വേണ്ടി പ്രത്യേകമായി സംഘടിപ്പിക്കപ്പെടുന്ന നമസ്കാരത്തിലും ആ നമസ്കാരത്തിന്റെ ഭാഗമായുള്ള നമ്മുടെ സമയങ്ങളിലുമൊക്കെ അള്ളാഹുവോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ദിവസങ്ങളാണ്, സമയങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. സാഹചര്യത്തിന്റെ ഗൗരവത്തെ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുസ്ലിം സംഘടനാ നേതാക്കൾ എല്ലാവരും ഒന്നിച്ച് ഈ ദിവസം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഹ്വാനം മുഴക്കിയിരിക്കുന്നു എന്നതുകൂടി നമ്മുടെ ശ്രദ്ധയിലുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവോട് ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന വെറുതെ നിർവഹിക്കുക എന്നതിനപ്പുറത്ത് ആ പ്രാർത്ഥനക്കകത്തെ നമ്മുടെ വിശ്വാസവും നമ്മുടെ തഖ്വയും അള്ളാഹുവിന്റെ സഹായത്തിലുള്ള നമ്മുടെ പ്രതീക്ഷയും തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും നമ്മുടെ മനസ്സുമാണ് പ്രധാനം എന്ന് നമ്മൾ അറിയുക. അങ്ങനെ യഥാവിധം അള്ളാഹുവിന്റെ സഹായം ഇനി ഒട്ടും വൈകാതെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ലഭ്യമാകും വിധത്തിൽ അള്ളാഹുവോടും മഴയെ തേടാൻ, ആ തേട്ടത്തിന് കബൂലുണ്ടാകാൻ, ഉത്തരം ലഭിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله.
يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ارحمنا يا أرحم الراحمين اللهم إنا ندعوك كما أمرتنا فاستجب لنا كما وعدتنا اللهم إنا نستغيث برحمتك اللهم إنا نستغيث برحمتك فأغثنا اللهم اسقنا الغيث فلا تجعلنا من القانطين اللهم اسقنا الغيث فلا تجعلنا من المحرومين اللهم اسقنا الغيث فلا تجعلنا من المحرومين المطرودين اللهم اجعلنا من الذين آمنوا واجعلنا من المتقين اللهم اجعلنا من الذين آمنوا واجعلنا من المتقين اللهم افتح علينا بركات من السماء والأرض اللهم إنا نستغفرك من جميع الذنوب والخطايا ونتوب إليك اللهم فأرسل السماء علينا مدرارا وأمدنا بأموال وبنين واجعل لنا جنات واجعل لنا أنهارا اللهم اسقنا غيثا مغيثا مريئا مريعا ماء غدقا اللهم اسقنا غيثا مغيثا نافعا غير ضار يا أرحم الراحمين اللهم اسقنا غيثا مغيثا عاجلا غير آجل يا أرحم الراحمين يا ذا الجلال والإكرام يا حي يا قيوم برحمتك نستغيث اللهم أغثنا اللهم أغثنا اللهم أغثنا يا ذا الجلال والإكرام اللهم لا تؤاخذنا إن نسينا أو أخطأنا اللهم لا تحمل علينا إصرا كما حملته على الذين من قبلنا اللهم لا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله